ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുത്താമ്പുള്ളി പോവാണ്. ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് കുത്താമ്പുള്ളി പോയിട്ട് വേഷ്ടി മുണ്ടൊക്കെ ഒന്ന് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ പോണത്. സൂര്യൻ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ സൂര്യന് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അവൻ്റെ അമ്മമ്മ ഉണ്ട്, നിഷമ്മ ഉണ്ട്. അമ്മമ്മ എന്ന് പറഞ്ഞത് അച്ചമ്മേനെയാണ് കേട്ടോ, അമ്മമ്മ എന്നാണ് വിളിക്കുക, അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കാടാമ്പുഴ വിട്ടു. ഇനി കുത്താമ്പുള്ളി എത്താറാകുമ്പോൾ കാണിക്കാം. അങ്ങനെ കുത്താമ്പുള്ളി എത്താറായിട്ടോ. നല്ല രസമുള്ള സ്ഥലമല്ലേ. ഒരു പാലം അപ്പുറം കൈവരിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പുറത്ത് ഇങ്ങനെ ഇവിടുന്ന് വണ്ടി വരുമ്പോൾ അപ്പുറത്തെ വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്ക് എത്തി. നല്ല ഭംഗിയുള്ള സ്ഥലം, എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള രണ്ടുപുറം ഈ കുത്താമ്പുള്ളിയുടെ നെയ്ത്ത് ഉൽപ്പന്നങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു ചെറിയൊരു ഗ്രാമം. വലിയ വലിയ ഷോപ്പുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഒന്ന് കണ്ടപ്പോൾ ശരി അവിടെയൊക്കെ ഒന്ന് കയറി അന്വേഷിച്ചിട്ട് അങ്ങ് പോവാം എന്ന് വിചാരിച്ചിട്ട് കൂടെ ചേച്ചിയും സുനിയേട്ടനും ഉണ്ട് കേട്ടോ. ചേച്ചീൻ്റെ ഹസ്ബൻഡും ഉണ്ട് കൂടെ. ഇപ്പം എത്തിയിട്ടില്ല, അവർ ഒരു ഷോപ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ എത്തിയിട്ടില്ല. അതിന് മുൻപ് ഇങ്ങനെ പോണ വഴിയിലുള്ള ഷോപ്പിലൊക്കെ ഒന്ന് കയറി പ്രൈസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മെറ്റീരിയലുകളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചതാണ്. അങ്ങനെ പറഞ്ഞ പോലെ ചേച്ചിയും സുനിയേട്ടനും ഇവിടെ ആയിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇവിടെ വെച്ചിട്ട് കുറച്ച് വലിയൊരു ഷോറൂം ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എല്ലാ മെറ്റീരിയലുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. പക്ഷേ അവിടെ നല്ല തിരക്കുമാണ്, വലിയ ഷോറൂമാണ്, നല്ല തിരക്കുണ്ട് കസ്റ്റമേഴ്സിൻ്റെ. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ വേറെ ഉണ്ടല്ലോ, നല്ല വേറെയൊക്കെ കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിലായിട്ട് നമ്മൾ ആദ്യം തന്നെ കയറിയെടുത്തൊന്നും എടുത്തിട്ട് പോരരുതല്ലോ, എല്ലാം കണ്ട് നോക്കണ്ടേ. അവിടെ നിന്ന് നമുക്ക് റേറ്റിൻ്റെ വല്ല വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അതിനടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി. അവിടുന്ന് ലൈം ജ്യൂസോ ചായയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് തുടങ്ങാം പരിപാടികൾ എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല തിരക്കുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് പല ഷോപ്പുകളിലായിട്ട് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചേച്ചി ആദ്യം തന്നെ 2-3 ഷോപ്പിൻ്റെ അവരുടെ പല കോണ്ടാക്ട്സിൽ നിന്ന് എടുത്തിട്ട് ആരൊക്കെ പരിചയക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത 2-3 നമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു പല ഷോപ്പുകളുടെ ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചു. അവരുടെ അടുത്തൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിനിടയിൽ. അപ്പോൾ ഈ ഹോൾസെയിലായിട്ട് എടുക്കുന്നതും പിന്നെ അവർക്കൊക്കെ സ്വന്തമായിട്ട് നെയ്ത്ത്, അവരുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ നെയ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അങ്ങനെ പലരുടെ അടുത്തായിട്ട് ചോദിച്ചും അറിഞ്ഞും ഞങ്ങളിങ്ങനെ ഓരോരോ സ്ഥലത്ത് കയറി ഇറങ്ങി പ്രൈസ് ചെക്ക് ചെയ്തു, അങ്ങനെ മെറ്റീരിയൽ ചെക്ക് ചെയ്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പോയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് കറങ്ങിയിട്ട് ഒരു വീടിനോട് ചേർന്നിട്ടുള്ള നെയ്ത്ത് അങ്ങനെ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കയറി നോക്കിയതാണ്. അപ്പോൾ 2 അപ്പൂപ്പന്മാർ ഇരുന്നിട്ട് ഇങ്ങനെ നെയ്യണു. ഇങ്ങനെയുള്ള ഈ കൈത്തറികൾക്ക്, അതായത് ഒന്ന് ഹാൻഡ്ലൂമും മറ്റേത് പവർലൂമാണ്. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. ഹാൻഡ്ലൂമിന് ഭയങ്കര വിലയായിരിക്കും. ഇങ്ങനെ നെയ്തെടുക്കുന്ന സാരി, വേഷ്ടിമുണ്ട്, ഇതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. പവർലൂമിലാണ് കുറച്ച് വില കുറയുക. അവിടുന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി, ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് പല ഷോപ്പുകളിലും കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. മുഴുവനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇങ്ങനെ വെറുതെ ഒന്ന് കയറും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റേറ്റ് കാര്യങ്ങൾ മെറ്റീരിയലുകളൊക്കെ നോക്കും, അവിടുത്തെ നെയ്ത്തൊക്കെ നോക്കും. അങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങളുടെ പോക്ക്. അവിടെ നിന്ന് പോയി ഞങ്ങൾ ഇത് നമ്മളുടെ പരിചയക്കാർ പറഞ്ഞു തന്ന ഒരു
നെയ്ത്ത് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. ഇതൊരു വീടുമാണ്, അവർക്ക് അപ്പുറത്ത് ഷോപ്പും ഉണ്ട്. അപ്പം ആദ്യം കയറിയത് അവരുടെ വീട്ടിലാണ്. വീടിൻ്റെ ഒരു ഭാഗത്ത് അവർക്ക് നെയ്ത്തും, പിന്നെ അവർ കർണാടകക്കാരാണ്, അവർക്ക് അവരുടെ സ്ഥലത്തും അതേ ഫാക്ടറിയും കാര്യങ്ങളുണ്ട്, ഇവിടെ നെയ്ത്ത് കാര്യങ്ങളുണ്ട്. ഈ ഗ്രാമത്തിൽ ഇങ്ങനെ നെയ്ത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ശരിക്കും ഒരു കുടിൽ വ്യവസായം പോലെ തന്നെയാണ് കേട്ടോ. അവരുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് അവർ ചെയ്യണം. ഇവിടെ കയറിയപ്പോഴാണ് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന പോലത്തെ വേഷ്ടി മുണ്ടൊക്കെ നേരിട്ട് എല്ലാ തരം കാണുന്നത്. മറ്റൊരു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പുതിയ പുതിയ മോഡലുകളൊന്നും പൊതുവേ എനിക്കും ഇഷ്ടമല്ല, ചേച്ചിക്കും ഇഷ്ടമല്ല. ഇതിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു രീതികളുണ്ടല്ലോ, അതിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തത് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ പല ഷോപ്പുകളിലും ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്ര ഡിസൈൻസ് ഒന്നും വേണ്ട എന്നുള്ള. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ആ മനസ്സിൽ കണ്ട പല കരകളും ഒക്കെ ഇഷ്ടപ്പെട്ട കരകളൊക്കെ കിട്ടിയത്. ഈ തരം വേഷ്ടി മുണ്ടുകളെല്ലാം പവർ ലൂമാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ എല്ലാം കോട്ടൺ ആണ്. ഇതിൽ ചിലതെല്ലാം മിക്സ് വരുന്നുണ്ട്, അത് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അതിന് വിലയും കുറവാണ്. കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷേ അതിൽ കോട്ടൺ ആണെങ്കിൽ വില കൂടും, കോട്ടൺ മിക്സ് ഉണ്ടെങ്കിൽ അത് വില കുറയും. നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ആദ്യം നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ ഒരുപോലെ ഇരിക്കണമല്ലോ എന്ന് തോന്നും. കോട്ടൺ മിക്സ് ഉള്ളത് ഒരെണ്ണത്തിൻ്റെ കളക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നല്ല വില വ്യത്യാസമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ബാക്കി എല്ലാം കോട്ടൺ ആണ്. അത് കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ കോട്ടൺ ആകുമ്പോൾ ഒരു ഉടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം അറിയും. നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുമ്പോഴോ കാണുമ്പോഴോ ഒന്നും മനസ്സിലാവില്ല. അത് ശരി ഇരിക്കട്ടെ, അത് വില കുറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഒരെണ്ണത്തിൻ്റെ മാത്രം കളക്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ. അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത് എന്തായാലും കാണിക്കുമല്ലോ, അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നാളായി തേടി നടന്നിരുന്ന പുളിയിലക്കരമുണ്ട് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ചിരുന്നു. ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടും. നോക്കുമ്പോൾ ഈ അമ്മൂമ്മമാരൊക്കെ എടുക്കില്ലേ, ഒരു നീളം പറഞ്ഞിട്ട് നേരിയതിന് നീളം കുറവായിരിക്കും, മുന്താണിയൊക്കെ ഇടുമ്പോൾ ചെറുതായിരിക്കും. അങ്ങനത്തതൊക്കെയാണ് ഇവിടെ അധികം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല എന്താ പറയുക, എക്സ്ട്രാ ലെങ്ത്ത് 2.60 എങ്ങാണ്ട് വരും, 2.80 2.60 എങ്ങാണ്ട് വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് മണിക്കൂറുകളോളം നിന്നിട്ട് നമ്മളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കുറേ വേഷ്ടി മുണ്ടുമൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ബില്ലാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, വേറെ ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ട് ഓരോന്നൊക്കെ. അത് വേഷ്ടി മുണ്ടിലല്ല, സാധാ മറ്റേ ആണുങ്ങൾ എടുക്കുന്ന മുണ്ടുകളിൽ ഉള്ള ധോത്തീസൊക്കെ ഇല്ലേ, അതിൽ ഉള്ള ഡിസൈനൊക്കെ ചിലത് ഭയങ്കര രസട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കായിരുന്നു, ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു, കൂടുതൽ അതായത് ഓർഡർ ഉണ്ടെങ്കിൽ പറയൂ, നമ്മൾ അതുപോലത്തെ ഒക്കെ ചെയ്തു തരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഭയങ്കര കമ്പനിയായി അവരായിട്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് നമ്മൾ പറയുന്ന ഡിസൈനൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു സപ്ലയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നല്ല സപ്ലയേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് എല്ലാ കാര്യവും. നിങ്ങൾ ഓർഡർ ആക്കുക, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ട് ഓർഡർ ആക്കുകയാണെങ്കിൽ ഇതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം നമുക്ക് കുറച്ചുകൂടി വിപുലീകരിക്കണം. നല്ല സാരി, കുർത്തി, അങ്ങനെ അവിടുന്ന് അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ഇനി വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിറങ്ങിയതാണ്. പിന്നെ നല്ല വിശപ്പ്, ഉച്ച നേരം അയക്കണോ. അങ്ങനെ അവിടെയുള്ള തിരുവല്ലുവാമലയുള്ള ഒരു ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് കുറച്ച് കുത്താമ്പള്ളിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തിരുവല്ലുവാമലയിൽ. ഇതെല്ലാം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പറയുക പാലക്കാടുമാണ്. ഈ കുത്തമ്പള്ളിന് പാലക്കാട് കുത്തമ്പുള്ളി എന്നാണ് പറയുക. തൃശ്ശൂരാണെന്ന് അറിയാം, പക്ഷെ എന്താ പറയുക, പാലക്കാടിലേക്ക് സ്വന്തമാക്കിയിരിക്കണം ഞങ്ങൾ കുത്താമ്പള്ളിയിൽ. അത് പറയുമ്പോഴാണ് അതിനൊരു സുഖം കിട്ടുള്ളൂ. തൃശ്ശൂർ അങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് ശരിയായി നാവ് വഴങ്ങുന്നില്ല. വിശപ്പിന്റെ വിളി അത്രയുള്ളത് കാരണേ ഭക്ഷണം കൊണ്ടുവച്ചതേ ഞങ്ങൾ 4 പേരും ചാടി വീണു. അത് കാരണം വീഡിയോ എടുക്കലൊക്കെ പകുതി ആയപ്പോഴാണ്, വിശപ്പൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് അയ്യോ നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് മൊബൈൽ ഓൺ ആക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് രണ്ട് കൂട്ടർക്കാരും 2 വഴിക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് കടാകുമ്പോഴേക്കും അവർ പാലക്കാട്ടേക്ക്.
ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നില്ല. സൂര്യനില്ലല്ലോ, സൂര്യൻ്റെ എക്സാം ആയ കാരണം ആദ്യം തന്നെ അവൻ ചോദിക്കുന്നുണ്ട് വന്യമണി വീട്ടിൽ പോവോ? ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ടാണ് തോന്നിയിരിക്കുന്നത്. നിന്റെ എക്സാം കഴിഞ്ഞിട്ട് നിന്നെ കൂട്ടിയിട്ട് ഇനി പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വാക്ക് പാലിക്കണമല്ലോ. അങ്ങനെ തിരിച്ചു പോരുമ്പോഴാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തന്നില്ലേ, ഒരു പാലം കൈവരിയൊന്നും ഇല്ലാത്തത്. അതെന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ വീണ്ടും വീഡിയോ എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ അവിടെ നിന്ന് നോക്കാൻ. കുറേ വീഡിയോസൊക്കെ അവിടെ പോയിരുന്ന് ചെയ്യാനൊക്കെ തോന്നി. അങ്ങനെ ഇവിടെ വാണിയംകുളം എത്തിയപ്പോൾ കുറച്ച് നല്ല ഉണക്കമീൻ വാങ്ങിക്കാൻ തോന്നി. ഇവിടെ നല്ല ഉണക്കമീനുകളൊക്കെ കിട്ടും കേട്ടോ. അവിടെ മുന്നേ നല്ല നല്ല കച്ചവടങ്ങളൊക്കെ നടന്നിരുന്നത്. എന്താണ് പോത്ത് കച്ചവടമോ എന്തൊക്കെയോ, അങ്ങനെ ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണത് വാണിയംകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പണ്ടത്തെ കച്ചവടത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് ഉണക്കമാന്തളും കുറച്ച് ഉണക്കസ്രാവും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 2-3 ആഴ്ചക്കൊക്കെ ഉണ്ടായിരിക്കും. അതങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതിയല്ലോ. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലെത്തിയിട്ടോ. ഇപ്പോൾ വളാഞ്ചേരി കഴിഞ്ഞിട്ട് കാവുമ്പുറം എത്തുന്നതിൻ്റെ മുന്നേ ഒരു KR ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് സൂര്യന് ഇപ്പോൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വേണമല്ലോ. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ അവിടുന്ന് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോഴേക്കും ഞാൻ അവനെ വിളിച്ച് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതാ വരുന്നു എന്നൊക്കെ. അപ്പോൾ കുത്തമ്പള്ളി പോയി വന്നതിൻ്റെ വ്ളോഗൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. അത് കൂടെ തന്നെ ആഡ് ആക്കിയൊക്കെയാണ് അവിടെ നിന്ന് എടുത്ത കുറച്ച് വേസ്റ്റ് മുണ്ടിൻ്റെയും കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, ഇതിൽ കൂടെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചെണ്ണം ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ എടുത്തതിൽ തന്നെ തുടങ്ങാം. പുളിയിലക്കര മുണ്ട് വേഷ്ടി. എനിക്ക് എന്താ പറയുക, കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം പുളിയിലക്കര മുണ്ടും വേഷ്ടിയും എടുക്കണം, വാങ്ങിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. കൈയോടെ ചുറ്റി ഇതിൻ്റെ കളക്ഷൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വരുന്നത് 460 രൂപയാണ്. 460. പിന്നെ നമ്മളിപ്പോൾ ഏതിന് പ്രൈസ് ഇടുകയാണെങ്കിലും കൊറിയർ ചാർജ് പ്ലസ് കൊറിയർ ചാർജ് വേറെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് 55 രൂപ അല്ലെങ്കിൽ 60 രൂപയായിട്ട് വരും. കൂടുതൽ ഓർഡറിനനുസരിച്ചിട്ട് അവർ അതിൻ്റെ റേറ്റിനൊക്കെ ഇത് വരുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, വേഷ്ടി മുണ്ടിൻ്റെ ലെങ്ത്ത് 2.60, പിന്നെ 2.80 മീറ്റർ ഉള്ളത്. അതായത് ഇത് നേരിയതിന്. എക്സ്ട്രാ ലെങ്ത്ത് എന്ന് പറയുന്നതാണ് 2.60. പിന്നെന്താ 2.80 എന്നുള്ളത് അതിനേക്കാളും കുറച്ചുകൂടി ലെങ്ത്ത് കൂടിയതാണ്. അത് കൊടുക്കുന്നത് നമുക്ക് 2.60 ആയാലും കുഴപ്പമില്ല, 2.80 ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മളെല്ലാവരും ഓരോ തരം ശരീരപ്രകൃതി ഉള്ളവരാണല്ലോ. ചിലവർ കുറച്ച് തടി അധികം ഉള്ളവരുണ്ടായിരിക്കും, ഹൈറ്റ് കൂടുതലുള്ളവരായിരിക്കും, കുറച്ച് കുറഞ്ഞവരുണ്ടായിരിക്കും, മെലിഞ്ഞവരുണ്ടായിരിക്കും. 2.60 ഇപ്പോൾ എല്ലാവർക്കും ചേരും, 2.80 ആയാലും ചേരും. കുറച്ചധികം തടിയുള്ളവർക്കാണെങ്കിലും കുറച്ചധികം ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിലും എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. 2.60 ഉണ്ട്, 2.80 ഉണ്ട്. എക്സ്ട്രാ ലെങ്ത്ത് പറയുന്നത് 2.60, 2.80 ആണെങ്കിൽ 2.80 അതിനോളം എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ വിലയ്ക്കും അതെ ഒരു ചെറിയൊരു വ്യത്യാസം, 10-20 2.60 ഒരു 10-20 രൂപ 2.80 കൂടും, അത്രയേ ഉള്ളൂ. ഇത് പിന്നെ 2.60 2.60 ലെങ്ത്തിലാണ് ഇതിൻ്റെ നേരിയത് വരുന്നത് കേട്ടോ. അത് 2-3 മാത്രമേ ഞാൻ എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. എനിക്കിങ്ങനെ ജഗജഗ പ്രിൻ്റ് ഉള്ളതും അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ എൻ്റെയും ചേച്ചിയുടെയും ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മാത്രം 1-2-3 മാത്രമേ കുറച്ച് റേറ്റ് കൂടിയതിലുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ തരം സെറ്റും മുണ്ടാണ്. മറ്റേ മയിലിനെയോ കൃഷ്ണനെയോ ഓടക്കുഴലിനെയോ ഒന്നും വരയ്ക്കാണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ചുറ്റി നോക്കാത്തവർ, ഇങ്ങനത്തെ ചുറ്റി നോക്കാത്തവർ ഒന്ന് ചുറ്റി നോക്കിക്കൊള്ളു. നല്ലൊരു ഭംഗിയാണ് ഉണ്ടാവുക. നല്ലൊരു എന്താ പറയുക, വേഷ്ടി മുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ലളിതമായ ഒരു വേഷം എന്നല്ലേ നമ്മൾ പറയാം. പിന്നെ നമ്മളൊരു ചേഞ്ചിന് വേണ്ടി മാത്രം കുറച്ച് ജഗജഗൊക്കെ എടുക്കും. ചിലപ്പോൾ നല്ല കരയുള്ളത് നല്ല കസവുള്ളതും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രിൻ്റ് ഉള്ളതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള വർക്കില്ലേ, അതാവും കുറച്ചുകൂടി എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത്
കസവാണ് കേട്ടോ. സാധാരണ ഗോൾഡൻ കസവ് ഇതിൻ്റെ കണ്ടിട്ടില്ലേ, സിൽവർ കണ്ടിട്ടില്ലേ, അതുപോലെ കോപ്പറാണ് ഇതിൻ്റെ. ഇത് 280 കേട്ടോ മീറ്റർ വരുന്നത്, 280. ഇത് 680 രൂപ ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. ഞാനിതിങ്ങനെ ഫുള്ള് നിവർത്താത്ത എന്താ, കുറച്ചുകൂടി നിവർത്താത്ത എന്താണെന്നറിയോ, പുതിയത് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ മടക്കിൽ തന്നെ നമ്മൾ മടക്കുമ്പോൾ അതിന് ശരിയാവില്ല. നിവർത്തിയിട്ട് നമ്മളെപ്പോലുള്ളവർ മടക്കുമ്പോൾ അതെന്തായാലും വ്യത്യാസം അറിയും. ഷോപ്പിലുള്ളവർ മടക്കണ പോലെയല്ല. അതാണ് ഇത്ര മാത്രം നിവർത്തി കാണിക്കുന്നത്. പിന്നെ അടുത്തത് ഇതും അതെ, 280 കേട്ടോ അതിൻ്റെ ലെങ്ത്ത്. ഇതിന് ഈ ഒരു 2-3 മാത്രമേ കുറച്ച് റേറ്റ് ഉള്ളതുള്ളൂ, ബാക്കിയെല്ലാം വില കുറഞ്ഞതാണ്. ഇതിന് 1200 വരുന്നുണ്ട്. ഉള്ളിൽ നിറയെ ചെക്കായിട്ടുള്ള ഗോൾഡൻ ത്രെഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ. പിന്നെ ഇതിൻ്റെ റേറ്റ് 580 കേട്ടോ. ഈ പ്രിന്റ്, ഇത് പ്രിന്റാണ്, ത്രെഡ് അല്ല കേട്ടോ. ഈ വർക്ക് മാത്രം ഇത് പ്രിന്റാണ്, പക്ഷെ പോവില്ല, അത് തീരെ അങ്ങനെ കഴിയാലും ഒന്നും പോവാത്ത പ്രിന്റാണ്. ഇത് ത്രെഡിൻ്റെയാണ്. ഇത് 260. അതെ, ഇത് 260 എക്സ്ട്രാ ലെങ്ത് ആണ്. ഇതിന് 460. ഏകദേശം വിലകളൊക്കെ ഈ 400-500 ഈ റേഞ്ചിലുള്ളതാണ്. 460 വരുന്നത് കേട്ടോ. തീരെ കസവില്ല. ഇങ്ങനത്തത് പല കളറുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ കളേഴ്സാണ്. ബ്രൗൺ ഉണ്ട്, പിന്നെ ഈ കളറ്, പിന്നെ ബ്ലൂ, ബ്ലാക്ക്, ഈ ഒരു റെഡ് അല്ലേ ഇത്, അതെ, ഈ ഒരു കളറ്. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി, അതായത് കട്ടിക്കര എന്ന് പറയും, പുളിയരക്കരേനേക്കാളും കുറച്ചുകൂടി വിടുത്ത് കൂടിയതാണിത്. അതിനേക്കാളും കുറച്ചുകൂടി ഈ കരയ്ക്ക് കുറച്ചുകൂടി വിടുത്തുള്ളതാണിത്. ഇത് ബ്ലാക്ക്. ഇതിൻ്റെ വില 475 കേട്ടോ. എല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഒരെണ്ണം മാത്രം കോട്ടണിൽ മിക്സ് ഉള്ളതുണ്ട്, അത് ഞാൻ വേറെ കാണിച്ചു തരാം. അതിന് കുറച്ചുകൂടി റേറ്റ് കുറവാണ്. ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഇത് 280 ഉണ്ട് കേട്ടോ മീറ്റർ. അതായത് നേരിയതിൻ്റെ മീറ്റർ അളവാണ് പറയുന്നത്, 280. ഇത് അതിൻ്റെ കളർ വേറെയാണ്, നീല കളറാണ്. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടിയും വിടുത്തുള്ള ഇതും കട്ടിക്കരയിൽ വരുന്നതാണ്. റെഡ് കാണിച്ചില്ലേ, അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 500 കേട്ടോ. ഇത് ഗ്രീൻ ആണ്. ഇതിൻ്റെ കളേഴ്സ് അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓരോതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ കൂടെ വെക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ റേറ്റ് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കണമെന്ന് മാത്രം. ഇതെല്ലാം കോട്ടൺ ആണ്, ഇത് മാത്രം കോട്ടൺ അല്ല. അപ്പോൾ വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് റേറ്റും കുറവാണ്, ഇത് 320 ഉള്ളൂ. ഇത് എക്സ്ട്രാ ലെങ്ത് ആണ്, അതായത് 260 കേട്ടോ അതിൻ്റെ. അത് പിന്നെ ഇത് അജ്രക്കിൻ്റെ ബ്ലൗസാണ്. ഞാനിത് ആകെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ.
ഒരു മീറ്ററിൻ്റെ അളന്നിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം. ഇതിന് റേറ്റ് വരുന്നത് 120 ഒരു ബ്ലൗസ് പീസിന്. അതൊരു ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എന്ന് വെച്ചിട്ടാണ് ഞാൻ അധികം എടുക്കാഞ്ഞത്. കൂടുതൽ ഓർഡർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ ഓർഡർ ചെയ്താൽ അവർ ഇങ്ങോട്ട് സപ്ലയേഴ്സ് എത്തിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ കളർ ബ്ലൗസാണ്. ഇപ്പോൾ ഗ്രീൻ ഒക്കെ ആണെങ്കിൽ ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ അങ്ങനത്തെ ഒക്കെ അല്ലേ ഞാൻ അധികം എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരു പ്ലെയിൻ ബ്ലൗസ് ഞാൻ അധികം യൂസ് ചെയ്യുക 2x2 ആണ് ബ്ലൗസിനൊക്കെ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക്, ഗ്രീൻ എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൗസുകളാണല്ലോ. അത് കാരണമാണ് ഞാൻ പിന്നെ ബ്ലൗസ് പീസ് വേറെ കട്ട് ചെയ്ത് വാങ്ങിച്ച് വെക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് വെക്കുമ്പോൾ ചിലവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല തോന്നും. നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് നമുക്ക് ഒരു ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് വാങ്ങിക്കില്ലല്ലോ. അത് കാരണമാണ് ഞാൻ അങ്ങനെ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് കൂടെ വെക്കാത്തത്. ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് കൂടെ നമുക്ക് ചേർത്ത് വെക്കാം. 2x2 ആണ് ബ്ലൗസ്. ഞാൻ എപ്പോഴും പ്ലെയിൻ കളർ ബ്ലൗസ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു മാറ്റം, ആർക്കെങ്കിലും ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ഈ അജ്രക്കിൻ്റെ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ചിലതെല്ലാം ഇതിന് നല്ല മാച്ചാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. ഇതില്ലേ, ഇത് ബ്രൗൺ, ഇതിനൊക്കെ നല്ല മാച്ചാണിത്. ബ്ലൗസ് ബ്രൗണ് ഇതിങ്ങനെ വരികയാണെങ്കിൽ ഇതിന് അത് നന്നായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതെനിക്ക് അധികം ചേരുക ഇത് തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ബ്ലൗസ് ഇടുന്നേക്കാളും ഭംഗി ഇതായിരിക്കും. അതേപോലെ ഈ ഗോൾഡൻ ഈ ചെക്ക് ഇതിനും അതെ. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും. അപ്പം നോക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഓർഡറിനനുസരിച്ചിട്ട് ഓർഡർ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നീങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ വിഷു അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു വേഷ്ടി മുണ്ടൊക്കെയാണ് വിഷുവിന് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ള വേഷ്ടി മുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം വെച്ചാൽ അങ്ങനെ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണെന്നൊക്കെ അറിയാം. ചിലർക്ക് പ്രിൻ്റ് ഉള്ളതാണ് ഇഷ്ടമുണ്ടാവുക എന്നൊക്കെ അറിയാം. എന്നാലും എൻ്റെ ടേസ്റ്റിനനുസരിച്ച് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാട്സപ്പിൽ കൂടെ ഓർഡർ ചെയ്തോളൂ. അതിൽ വാട്സപ്പ് ഓൺലിയാണ് കേട്ടോ, കോൾ ഉണ്ടായിരിക്കില്ല. വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ അതിൽ കൂടെ വീഡിയോയിൽ കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വേഷ്ടി മുണ്ടും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.